T20 ലോകകപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം IPL 2026 സീസണിൽ വരുൺ ചക്രവർത്തി ശക്തമായി തിരിച്ചുവരുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ അജിൻക്യ രഹാനെ. ലോകകപ്പിൽ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം സംയുക്തമായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയെങ്കിലും ടൂർണമെന്റിന്റെ രണ്ടാം പകുതിയിൽ വരുൺ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ വൻതോതിൽ പരാജയപ്പെട്ടിരുന്നു. സൂപ്പർ 8 ഘട്ടം മുതൽ വരുൺ റൺസ് വഴങ്ങുന്നതിൽ നിയന്ത്രണമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരെയായ സെമി ഫൈനലിൽ 64 റൺസാണ് താരം വഴങ്ങിയത്. 9.25 എന്ന ഉയർന്ന ഇക്കണോമി റേറ്റ് താരത്തിന്റെ ICC T20 റാങ്കിലെ 1-ാം സ്ഥാനവും നഷ്ടപ്പെടുത്തി. എന്നാൽ വരുണിന്റെ ബൗളിംഗിൽ പിഴവുകളില്ലെന്നും നിർണായക സമയങ്ങളിൽ വിക്കറ്റ് വീഴ്ത്താനുള്ള ശ്രമത്തിനിടയിലാണ് റൺസ് വഴങ്ങിയതെന്നും രഹാനെ വ്യക്തമാക്കി. ഈഡൻ ഗാർഡൻസിൽ നടന്ന സീസണിലെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അജിൻക്യ രഹാനെ. രഹാനെയുടെ വാക്കുകൾ: വരുണിന് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വർഷങ്ങളായി ടീമിനായി മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് അദ്ദേഹം. ബാറ്റർമാർക്ക് റൺസ് കണ്ടെത്താൻ കഴിയാത്തത് പോലെ ബൗളർമാർക്കും ഇത്തരം ഘട്ടമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ടീമിനായി പവർ പ്ലേയിലും സെറ്റായി ബാറ്റർമാർക്ക് നിൽക്കുന്ന സമയത്തും ഏറ്റവും പ്രയാസമേറിയ ഓവറുകളാണ് വരുൺ എറിയുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ വിക്കറ്റിനായി ശ്രമിക്കുമ്പോൾ റൺസ് വഴങ്ങിയേക്കാം. ലോകകപ്പിന് ശേഷം ലഭിച്ച 10 ദിവസത്തെ ഇടവേള വരുണിന് തന്റെ പ്രകടനം വിലയിരുത്താനും ഉന്മേഷത്തോടെ തിരിച്ചു വരാനും സഹായിക്കും, രഹാനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ചരിത്രത്തിൽ കൂടുതൽ വിക്കറ്റ് നേടിയ 3ാമത്തെ താരമാണ് വരുൺ ചക്രവർത്തി. സുനിൽ നരേനുമായി ചേർന്ന് വരുൺ ഉണ്ടാക്കിയ ബൗളിംഗ് കൂട്ടുകെട്ടാണ് 2024-ൽ കൊൽക്കത്തയ്ക്ക് കിരീടം നേടിക്കൊടുത്തത്. എതിർ ടീം ബാറ്റർമാരുടെ മികവിനെ അംഗീകരിക്കണമെന്നും വരുണിന്റെ കഴിവിൽ ടീമിന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും രഹാനെ കൂട്ടിച്ചേർത്തു. മാർച്ച് 29-ന് മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഈ സീസണിലെ ആദ്യ മത്സരം.